ഗൈസ് ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിന്റെ വില മനസ്സിലാവുള്ളൂ ഇങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കുമ്പോൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അധികം വലിച്ചിട്ടുള്ള വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ തോന്നുള്ളത് ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് 2024 മോഡൽ എഡിഷൻ ആയിട്ടുള്ള ഈ ഒരു മോഡലായിട്ടാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ ഒരു മോഡൽ കിട്ടാൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ പുതിയ വേരിയൻ്റ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിവ്യൂ കാണാത്തവരെല്ലാവരും പോയിട്ട് ആ ഒരു വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ ഗൈസ് ഇതൊരു ഓട്ടോമാറ്റിക് അതേപോലെ തന്നെ മാനുവൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ പറഞ്ഞില്ല ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ ഒരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലോങ് ഡ്രൈവ്. അപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 45 കിലോമീറ്റർ അപ്പുറത്ത് വരെ 55 കിലോമീറ്റർ ഏകദേശം അപ്രോക്സിമേറ്റുള്ള നെക്സ്റ്റ് ടൗൺ ആയിട്ടുള്ള തൃശ്ശൂരിലേക്ക് പോയിട്ട് അപ്പോൾ നമുക്ക് മൈലേജ് എത്ര കിട്ടിയിട്ടുണ്ട്, എത്ര രൂപക്ക് പെട്രോൾ അടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്ത് ഓടിക്കാനുള്ള കംഫോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറയാനാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും വണ്ടി കൊടുന്ന സ്ഥിതിക്ക് എനിക്ക് ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, 2024 ലാസ്റ്റോടെ ഈ ഒരു വണ്ടിൻ്റെ ഈ ഒരു വേരിയൻറ്റ് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കിട്ടാനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ക്ലിയറൻസ് സെയിൽസിലോ അങ്ങനത്തെ ഓപ്ഷനിലൊക്കെ ഈ വണ്ടി കിട്ടാനുണ്ടാവും. അപ്പോൾ മാരുതിൻ്റെ ഷോറൂമൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ചെറിയ യാത്ര പോകുന്ന സ്ഥിതിക്ക് എനിക്ക് ഇതിന് കിട്ടിയ മൈലേജും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതിൽ അധികം റിവ്യൂ വൈസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോസ് ക്ലിപ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാവുന്ന ലെവലാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ ആണ്ടവർക്ക് എൻ്റെ ഈ ചാനൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒരു 2-3 മന്ത് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ സ്വിഫ്റ്റിൻ്റെ ഫുൾ വീഡിയോ അതായത് റിവ്യൂ കാര്യങ്ങളൊക്കെ ഈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിന് ഏകദേശം എത്ര മൈലേജ് കിട്ടി ഈ ഒരു ട്രിപ്പിൽ, ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ വന്നിരിക്കുന്നത് ഒരു 110-120 കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ അറൗണ്ട് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മളൊന്ന് ഓടിച്ച ട്രിപ്പ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഓടിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ ഒരു കസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളും ഇതിലെ ഓടിക്കാനുള്ള സ്മൂത്ത്നെസ്സും അതേപോലെ തന്നെ എന്തൊക്കെ. അപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള എനിക്ക് എന്തൊക്കെ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇതിൽ പറയാൻ പോകുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുൾ. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പെയ്ഡ് പാർക്കിംഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലായിട്ടുള്ളതാണ് പാർക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ റൗണ്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. വണ്ടീൻ്റെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. അതിന് പുറമെ നമുക്ക് കൂളായിട്ട് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ വീഡിയോ എടുക്കാൻ ഇതിൽ താല്പര്യമുണ്ട് തൃശ്ശൂർ ഏരിയയിലേക്കാണെങ്കിൽ വന്നിങ്ങനെ അറിയാത്തവർക്ക് വന്നെടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ എന്താ പറയുക മീറ്ററും കാര്യങ്ങളൊക്കെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്. ഇൻറ്റീരിയറിൽ എന്താ വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇതിൻ്റെ മുന്നത്തെ മോഡലുമായിട്ട്. പിന്നെ ബ്രസയിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം ആ ഒരു മോഡൽ സ്റ്റിയറിംഗ് തന്നെ കേട്ടോ ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മീറ്ററിൽ കാണിക്കണുണ്ടോ ആവറേജ് മൈലേജും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം 15 കിലോമീറ്റർ മൈലേജൊക്കെ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയത്. ഫുള്ള് AC ഇട്ടാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ ഗ്ലാസ് താത്തിയിട്ടല്ല അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ AC ഇട്ടാൽ നമുക്ക് ഏകദേശം ഒരു 10-16 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടി കിട്ടുന്നതുണ്ട്. അപ്പോൾ ട്രാഫിക് ആയിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഏകദേശം 15-16 കിട്ടിയത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് എക്കണോമിക്ക് നോക്കിയതൊരു ചവിട്ടി പൊളിക്കാണ്ട് RPM കമ്മിയാക്കി ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 18-19 കിലോമീറ്റർ മൈലേജൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആവറേജ്. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്. ഇതിൻ്റെ സീറ്റും കാര്യങ്ങളും അടിപൊളി കേട്ടോ, സ്പോർട്ടി ടൈപ്പാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് റെഡ് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ലുക്ക് വൈസ് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടു മറന്നൊരു മുഖം തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ. അപ്പോൾ അധികം ലുക്കിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓടിച്ചും കൊണ്ടുള്ള ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ പൊസിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് അതിൻ്റെ. അപ്പോൾ ഈ വണ്ടി ആർക്കൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും, അതായത് ഏത് ടൈപ്പ് ക്യാരക്ടറുള്ളവർക്കാണ് ഇത് ഇഷ്ടപ്പെടുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോൻ്റെ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഞാനിതൊരു ചെറിയ കഥ പോലെ ലൈക്ക് ഒരു സ്പീഡപ്പ് ആയിട്ട് പറയാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ക്ലിപ്സ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉള്ളത് ഇപ്പോൾ അല്ല തൃശ്ശൂർ റൗണ്ടിലാണ് ഈ ഒരു പാർക്കിംഗ് കിട്ടിയപ്പോൾ. ഇവിടെ പാർക്കിംഗ് കിട്ടുള്ളൂ തൃശ്ശൂർ വന്ന ടൈമിൽ. അപ്പോൾ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാലും ഡിസ്റ്റർബൻസ് ആയിരിക്കും, പുറത്ത് ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ കൊടുന്നിട്ട് പെയ്ഡ് പാർക്ക് ചെയ്തു. 50 രൂപയാണ് കേട്ടോ ഇവിടെ പാർക്കിങ്ങിനൊക്കെ മേടിച്ചത്. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യുക, ആരും വന്ന് ചോദിക്കാനും പറയാനും നിൽക്കണില്ല. പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര കൂളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, ആരും കാര്യങ്ങളൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനും നിൽക്കണില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ വന്നത്. ഏകദേശം പേയ്മെൻറ്റ് ഇപ്പോൾ 50 രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്തത്. പിന്നെന്താ വെച്ചാൽ നല്ല മഴയായിരുന്നു, ഏകദേശം തുറന്നപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വീഡിയോൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് വണ്ടീൻ്റെ. അപ്പം ബാക്ക് വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും നല്ല അലോയ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സ്വിഫ്റ്റും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണപ്പെടാറുള്ളത്. നല്ല വീലും നല്ലൊരു ടയറൊക്കെ കൊടുത്താൽ തന്നെ വണ്ടി അത്യാവശ്യം നല്ലൊരു ലുക്ക് വണ്ടി തരുന്നുണ്ട്. പിന്നെ ഈ ലോഗോ കാര്യങ്ങളൊക്കെ ചിലർ എടുത്ത് കളയുന്നുണ്ട്.
എനിക്കെപ്പോഴും സ്റ്റോക്കായിട്ട് കൊണ്ട് നടക്കാൻ ഇഷ്ടം. അപ്പോൾ ഈ വണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതേപോലെ ട്രാഫിക്കിലാണ്. വളരെയധികം എന്താ പറയുക, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഗൈസ്, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ടുള്ള പെരിന്തൽമണ്ണ ബ്ലോക്കാണ്. അപ്പോൾ അങ്ങാടിപ്പുറം ഓൾറെഡി ഞാൻ ബ്ലോക്ക് പെട്ടൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 45-50 മിനിറ്റോടെ ഞാൻ ആ ബ്ലോക്കിൽ ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്വിഫ്റ്റിലാവുകൊണ്ട് എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ട് ആ ഒരു ട്രാഫിക്കിനെ എന്താ പറയുക, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. ഇപ്പോൾ ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ട ആകെ സാഡ് മൂഡായി ഉണ്ടാവും, ഡൗൺ ആയി ഉണ്ടാവും. കാരണം നമുക്കിതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും വണ്ടി ലോക്കായി പോയിട്ടുണ്ടാവും. പിന്നെ ഈ ബ്രിഡ്ജ് കിടക്കാണ്ട് നമുക്ക് ഒരിക്കലും ഇത് പാസ് ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി നിൽക്കുമ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് കൊണ്ട് പോയപ്പോൾ എനിക്ക് അധികം എന്താ പറയുക, സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ മ്യൂസിക് ഇട്ടുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ നമ്മൾ ആ പാട്ടും കേട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കധികം സ്ട്രെസ് ഇല്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് പെഡലിൽ മാത്രം കാല് അപ്ലൈ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഫ്രീ ആയിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കില്ല. മറ്റൊന്ന് ക്ലച്ച് ചവിട്ടി ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ റൈഡ് ഇതേപോലെ ട്രാഫിക് നല്ല സിറ്റിയിൽ ജംഗ്ഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്ട്രെസ്ലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് കേട്ടോ. അപ്പം മാനുവൽ കാറാണെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ നല്ല ക്ഷീണിക്കും. അപ്പോൾ അതേപോലെ തന്നെ ആ ബ്ലോക്കിൽ ഞാൻ എൻ്റെ കാറുമായിട്ട്, അത് മാനുവൽ കാറാണ്, ആ കാറുമായിട്ട് ഈ ബ്ലോക്കിൽ പെട്ടിട്ട് 10-40 മിനിറ്റ് ഇതേപോലെ ബ്ലോക്ക് പെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. നല്ല കാലുവേദന, അതേപോലെ തന്നെ മുട്ടുകാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി ഞാൻ ബ്ലോക്ക് പെട്ടപ്പോൾ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിത് ഹൈവേയിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ വണ്ടി ഓടിക്കാൻ. കാരണം വെച്ചാൽ നമ്മൾ മുമ്പിൽ വേറെ വണ്ടികളൊന്നും ഇല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രക്ചറിൽ പോകുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് നല്ല റൈഡിങ് കംഫോർട്ടോട് കൂടി നമുക്ക് ഈ ഒരു വണ്ടിയിൽ പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ചെറിയൊരു ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് വന്ന കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ഹൈവേയിൽ ഫ്രണ്ടിലൊരു വണ്ടിനെ നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയറിൽ ഷിഫ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് കിട്ടില്ല. കാരണം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും അപ്പുറത്തുനിന്ന് ചെറിയ വണ്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് എടുക്കും. ആ നേരത്തെ നമ്മൾ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. ഇപ്പോൾ 4ാമത്തെ ഗിയറാണെങ്കിൽ നേരെ തേർഡിലേക്ക് RPM കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ തേർഡിലേക്ക് ഇടും. ആ തേർഡിലേക്ക് ഇട്ടിട്ട് വീണ്ടും ആക്സലറേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ 4ലേക്ക് തന്നെ ചാടും. അപ്പോൾ ഇതിന് ഭയങ്കര ടൈം ലാഗ് വരുന്നുണ്ട് ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഓട്ടോമാറ്റിക്കിൽ. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ ഞാനൊരു വണ്ടിന് മുമ്പിലാണ് പോയി ചാടുന്ന അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വളരെയധികം പേടിച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ മാനുവൽ വണ്ടി ഓടിച്ചിട്ട് ആ ഒരു ലെവലിൽ തന്നെ ഞാൻ ഈ ഒരു ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതിന് വേറെ ഓട്ടോമാറ്റിക് ഫോർച്യൂണറിൻ്റെ ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ആ ഒരു ഓട്ടോമാറ്റിക് ഈ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്രിസ്റ്റ അല്ലെങ്കിൽ ഫോർച്യൂണറോ അങ്ങനെ കുറച്ചും കൂടി ഹൈ എൻഡ് മോഡലൊക്കെ ഓടിച്ചിട്ട് ആ ഒരു ഓട്ടോമാറ്റിക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിത് ഈ ഒരു വണ്ടിയിൽ ഫസ്റ്റ് ടൈം കയറി ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നല്ല പണി വരും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ടിനെ അങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്യും, നമ്മൾ വിചാരിച്ച ക്യാപ്പിലേക്ക് എത്തുകയും ചെയ്യില്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ആകെ പട്ടിലൊക്കെ 8-10 നിൽക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് 2, 3, 4 വട്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓവർടേക്കിംഗ് ടൈമിൽ വേഗം ഷിഫ്റ്റ് ചെയ്യും, വേഗം നേരെ മാനുവലിലേക്കാണ് ചേഞ്ച് ചെയ്യും. അപ്പോൾ മാനുവലിൽ തേർഡിലിട്ടിട്ട് 4ലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കയറി ചെയ്യാം. അതാണ് എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിളായി തോന്നി. പിന്നെ ട്രാഫിക്കോ അങ്ങനത്തെ പൊസിഷൻസൊക്കെ വരുമ്പോൾ ഞാൻ വേഗം ഓട്ടോമാറ്റിക് തന്നെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ, എത്രയും എന്താ പറയുക, വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്ക് പോലും നമുക്ക് ലൈസൻസ് കിട്ടിയിട്ട് തന്നെ ഓടിക്കാൻ റോഡിലൂടെ പേടിയുള്ള ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. മേ ബി ഒരു ഹിൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷൻ വഴിയൊക്കെ പോകുന്നവർക്കാണെങ്കിൽ എന്താ ഫ്രണ്ടിൽ വണ്ടീൻ്റെ ക്ലച്ച് താങ്ങി എടുക്കലും അതിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ക്ലച്ച് എടുക്കലും അതൊന്നും നടക്കില്ല. അപ്പോൾ അതൊന്നും അറിയാത്തവർക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് റൈഡ്, നല്ല എന്താ പറയുക, ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലിയാണ് വണ്ടി. അതിന് പുറമെ എന്താ വെച്ചാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് എത്ര എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രാഫിക് ആണെങ്കിലും ബ്രേക്കിൽ മാത്രം കാല് വെച്ച് എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ട് അങ്ങനെ ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഈ വണ്ടി നൽകുന്നുണ്ട്. ഈ വണ്ടിക്ക് ഏകദേശം എനിക്കൊരു അപ്പ് ആൻഡ് ഡൗൺ 110 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എനിക്കൊരു അപ്രോക്സിമേറ്റ് ഡിജിറ്റലിൽ കാണിച്ച ഒരു മൈലേജ് എന്ന് വെച്ചാൽ ഒരു 18-19 കിലോമീറ്റർ മൈലേജാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ ട്രാഫിക്കിലെത്തിയിട്ടുള്ള ഒരു മൈലേജാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു 15-16 കിലോമീറ്റർ മൈലേജൊക്കെയാണ് ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ വിത്ത് ഓൺ AC-യിലാണ് ഈ ഒരു മൈലേജിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നല്ല ഒരു ഹൈവേ ആണെങ്കിൽ ഏകദേശം 18-19 കിലോമീറ്റർ മൈലേജൊക്കെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇതിപ്പോൾ മാനുവലിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും കിട്ടും. അപ്പോൾ എന്താ പറയുക, ഓടിക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ ഒരു 4 പേഴ്സണൊക്കെ വെച്ച് കംഫർട്ടബിളായിട്ട് ലോങ് ഡ്രൈവും കാര്യങ്ങളും നമുക്ക് പോകാൻ പറ്റും. 5 ആളും പോകാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഒന്നുകൂടി ഫ്രീ ആയിട്ട് എല്ലാവർക്കും സ്പേസും കാര്യങ്ങളും കയ്യും കാലൊക്കെ നീട്ടിയിരിക്കണമെങ്കിൽ അപ്പോൾ ഈ ഒരു കാറ് എന്താ പറയുക നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലി കാറായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ല ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 10-ൽ ഒരു 6-7 ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഈ വണ്ടിക്ക് അത്ര ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നില്ല.
തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം വെച്ചാൽ ഈ ഒരു റേറ്റിന് ഈ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാരണം വെച്ചാൽ മാക്സിമം സുസുക്കി നൽകേണ്ട എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ നല്ല ട്രാഫിക്കിൽ കട്ട ട്രാഫിക് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 13 സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ മൈലേജ് കിട്ടിയത്. അപ്പോൾ ഈ വണ്ടിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൈലേജ് എന്ന് വെച്ചാൽ ഒരു 17. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാണ്ട് നമുക്ക് ഒരു 17 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് അറൗണ്ടായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഒരു 19-20 കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 17 കിലോമീറ്റർ മൈലേജ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വണ്ടിൻ്റെ കംപ്ലയിൻസ് ഒന്നും വളരെ കുറവാണ്. ഈ ഒരു വണ്ടിക്ക് അത്രമാത്രം കംപ്ലയിൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എൻ്റെ കസിൻ്റെ വണ്ടിയാണ്, അവനും പറയും അധികം കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമ്മൾ പെട്രോൾ അടിച്ച് എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓടുകയാണെങ്കിൽ അധികം പണിയും തരാത്തൊരു വണ്ടിയാണ് ഈ സ്വിഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈവിൽ എനിക്ക് കംഫർട്ടബിളായ റൈഡ് തന്നെ ആയിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക അൺകംഫർട്ടബിളായി തോന്നിയത് ഓവർടേക്ക് ചെയ്യുന്ന ടൈമിലാണ്. അതൊരു മിസ്റ്റേക്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സൊക്കെ സുസുക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം. എന്തെങ്കിലും വീഡിയോ ഇതിന് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാവരും എന്താ പറയുക കമൻറ്റ് ചെയ്യും. അപ്പോൾ സപ്പോർട്ടാക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.